പോക്കോയുടെ പോക്കോ C75 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ C75 5G എന്നുള്ള ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ 6.88 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പം ഇതിൽ HD റെസൊല്യൂഷനെ വരാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഒരു കാര്യം എന്താ വെച്ചാൽ വിലയും അതിനനുസരിച്ചിട്ട് അത്യാവശ്യം കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിലേക്ക് തന്നെ ആയിരിക്കും. 8,000-8,500 രൂപ പ്രൈസ് റേഞ്ചിലേക്കായിട്ട് ഈ ഫോണിൽ ലോഞ്ച് ചെയ്തേക്കാം. ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് HD റെസൊല്യൂഷൻ എന്നുള്ളത് ഓക്കെയാണ്. പിന്നെ LCD പാനലുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ച് ഇതിൽ വരുള്ളൂ. പഞ്ചോൾ ഡിസൈന് ഇതിൽ വരാൻ ചാൻസ് ഇല്ല. ബഡ്ജറ്റ് സെഗ്മെന്റിൽ വരുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ ചില കോംപ്രമൈസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതായിരിക്കും. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 600 നിറ്റ്സ് ആയിരിക്കും. അപ്പം തരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ വന്നേക്കാം. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. IP52 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്തേക്കാം. പ്രോസസറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 4S Gen 2 എന്ന പ്രോസസറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് സ്നാപ്ഡ്രാഗണിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു 5G പ്രോസസറാണ്. അപ്പോൾ തരക്കേടില്ലാത്ത ബേസിക് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. 8,000-8,500 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഇത് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസർ തന്നെയാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിനനുസരിച്ചിട്ടുള്ള മികച്ചൊരു പ്രോസസർ ആയിരിക്കും ഇത്. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം 5G ബാൻഡ്സുകളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം റെഡ്മി A4 5G എന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയിരിക്കും ഈ ഒരു ഫോൺ. ഇപ്പോൾ റെഡ്മി A4 5G എന്ന ഫോണിൽ എയർടെലിന്റെ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ജിയോയുടെ 5G സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതേ ഒരു പ്രശ്നം ഈ ഒരു പോക്കോ C75 5G വരില്ല എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഏതൊക്കെ 5G ബാൻഡ്സ് ആണ് വരിക എന്നുള്ളത് കാര്യങ്ങൾ കൺഫേം ആയിട്ടില്ല. പിന്നെ LPDDR4Xന്റെ റാമും UFS 2.2 സ്റ്റോറേജ് ടൈപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് ഈ ഫോണിൽ വരും. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. വെർച്വൽ റാം പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇന്റേണൽ മെമ്മറിയിൽ കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിംഗിൾ സ്പീക്കർ ആയിരിക്കും ഇതിൽ വരിക. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരാൻ ചാൻസ് ഇല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത് ഓക്കെയാണ്. 3.5 മോഡി ജാക്ക് ഈ ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ Android 14 ബേസ് ആയിട്ടുള്ള ഹൈപ്പറോയ് സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറും രണ്ടാമത് ഒരു AI സെൻസറും വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അതും തിരക്കില്ലാത്ത ബേസിക് ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ഇതിൽ വന്നേക്കാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ 5160 mAh ബാറ്ററി ആയിരിക്കും ഇതിൽ വരിക. 18 വാട്ടിന്റെ ഫാസ്റ്റ് സപ്പോർട്ടും വരുന്നതായിരിക്കും. തിരക്കില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു സ്മാർട്ട് ഫോൺ റെഡ്മി A4 5G എന്ന ഫോണിന്റെ ഒരു റീബ്രാൻഡഡ് വെർഷൻ ആയേക്കാം. ഇപ്പം പോക്കോ പൊതുവെ അങ്ങനെയാണ്. അവർ റെഡ്മിയുടെ ഫോണുകൾ എടുത്ത് റീബ്രാൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ന്യൂസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ റെഡ്മി A4 5G എന്ന ഫോൺ 8,500 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ഫോൺ നമുക്ക് 8,000-8,500 രൂപ പ്രൈസ് റേഞ്ചിൽ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. പൊതുവേ റെഡ്മിയേക്കാളും പോക്കോക്ക് വില കുറച്ചൊന്ന് പറയാറുണ്ട്. അപ്പം 8,000 രൂപ പ്രൈസ് റേഞ്ചിൽ തന്നെ ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും പോക്കോയുടെ പോക്കോ C75 5G എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.